പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പം നമ്മളുള്ളത് കോട്ടയത്ത് മാമ്പഴക്കാല ഫെസ്റ്റ് നടക്കുന്നിടത്താണ്. കോട്ടയത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. രാവിലെ 11 മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടെ പ്രവേശനം. എല്ലാവരും വരണം. വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കാഴ്ച തന്നെ നിങ്ങൾക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അതിൻ്റെ പ്രവേശന കവാടം തന്നെ അവരെന്ത് മനോഹരമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അകത്ത് ഇതിനേക്കഴിഞ്ഞും വളരെ മനോഹരമായ രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളർത്ത് മൃഗങ്ങളും അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം. ഫുഡ് കൗണ്ടറുകളടക്കമുള്ളത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് ഈ അവധിക്കാലം നിങ്ങൾ ഇവിടെ വരണം. വന്ന് ഇത് കാഴ്ചകളെല്ലാം കണ്ട് നിങ്ങൾക്ക് നല്ലൊരു ദിവസം, മനസ്സിന് സന്തോഷം തരുന്നൊരു ദിവസമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ മാമ്പഴത്തിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിവിധ തരത്തിലുള്ള മാമ്പഴ ശേഖരം തന്നെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തൈകളും നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. എല്ലാവരും വരണം. കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് ഇത് കണ്ട് ആസ്വദിക്കുക. നമ്മളിതാ അകത്തേക്ക് പോവുകയാണ്. എൻ്റെ പ്രവേശന കവാടം കഴിഞ്ഞ് അകത്തേക്ക് പോകുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പം ആ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അത് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് അലങ്കാര മത്സ്യങ്ങളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിൽ വിവിധ രൂപത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കുഞ്ഞതും വലുതുമായ അനേകം മത്സ്യങ്ങളെ നമ്മളിവിടെ കാണുന്നുണ്ട്. നമുക്ക് അറിയാം, ഏറ്റവും കണ്ണിന് കുളിർമ തരുന്ന ഒരു അലങ്കാര വസ്തുവാണ് മീനെന്ന് പറയുന്നത്. അത് എവിടെ വെച്ചാലും അതിനെ കാണാൻ, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെ അവരിവിടെ ആദ്യം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. അതിൽ തന്നെ ഈ പ്രോഗ്രാം അവരത്രമാത്രം വിജയിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് തന്നെ കണ്ട് ആൾക്കാർ സന്തോഷിക്കുന്ന കാണാൻ സാധിക്കും. പലതരം മീനുകൾ, അതും പല വലിപ്പത്തിലുള്ള എല്ലാത്തരം മീനുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ഓരോ മൃഗങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കുഞ്ഞതും വലിയതുമായ ഒത്തിരി എണ്ണം. ഗിനിപ്പന്നിയുടെ കുഞ്ഞുങ്ങൾ ഓരോന്നോരോന്ന്. അതിൻ്റെ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ, എന്നാ സുഖമായിട്ടാണ് കിടന്നുറങ്ങുന്നത്. പലതരം. ഇതിനെയൊക്കെ നമ്മൾ കാണണം. നമുക്ക് ഈ അവധിക്കാലം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. വരണം, ഒന്ന് ആസ്വദിക്കണം. കുഞ്ഞു വരെ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചയാണ്. കുഞ്ഞുങ്ങളുണ്ടായി വന്ന ഉടനെയുള്ള കാഴ്ച. അത് ഇഗ്വാനയുടെ വലിയൊരെണ്ണം കിടക്കുന്നു. ഇവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റാണ്. എല്ലാവരും വരണം. വൻ വിജയമാക്കണം ഈ പ്രോഗ്രാം. വെറൈറ്റി കോഴികൾ. അലങ്കാര കോഴികളാണ് ഇവിടെ. എന്നാ സൂപ്പർ. ഒരു മയിലിനെ വളർത്തുന്ന പ്രതീതിയുള്ള കോഴികൾ. എൻ്റെ വാലൊക്കെ കണ്ടാൽ തന്നെ മതി. എന്താണ് ഐശ്വര്യം. നോക്കി, അടിപൊളി. എല്ലാവരും വരണം കേട്ടോ, ഒന്ന് കാണണം. സൂപ്പർ. വാല് കണ്ടില്ലേ.
അടുത്തത് ആ എന്താണ് മക്കളെ, ഇതൊക്കെ വന്ന് കാണണ്ടേ? വാ, സൂപ്പർ. ഇതാ പ്രാവുകളിലേക്ക് വന്നിരിക്കുകയാണ്. പലതരം പ്രാവുകൾ. ഇതിനൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ആ പേരൊന്നും അറിയത്തില്ല. അതുണ്ടോ, എന്തെല്ലാം വെറൈറ്റി വെറൈറ്റി പ്രാവുകളാണ്. കണ്ടോ, വരാം, ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇതെല്ലാം മേടിക്കാം. വീട്ടിൽ വളർത്തണം, പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആകണ്ടേ. ഈ മൊബൈലിൽ നിന്നൊക്കെ പിള്ളേർക്ക് മാറി നിൽക്കാനൊരു അവസരമാണ്. ഇതാ ഉണ്ടല്ലേ, പഞ്ചവർണ്ണ തത്തയുമായിട്ട് അതിന് തീറ്റി കൊടുക്കുന്നു. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നല്ല പേടി തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു, ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. വാ, വേറെ ഒന്നും കിട്ടിയില്ല അവന് പെടലിക്ക് ഇടാനായിട്ട്. പെരുമ്പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് കഴുത്തലിട്ട് ആഘോഷമായിട്ട്. വാ, ഇതാണ്ട കിടക്കുന്ന വലിയൊരു ഇഗ്വാന. അടിപൊളി അടിപൊളി. ആ മറ്റൊരു പെരുമ്പാമ്പ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ ഒരു അവസരമുണ്ട് കേട്ടോ. ഈ തത്തയെ കൈ പിടിക്കുവാനും അതിന് തീറ്റി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരവസരമുണ്ട്. ഉള്ളിൽ പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് നമ്മളുമായിട്ട് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. ഇച്ചിരി കഴിയുമ്പോൾ നമ്മളും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യും. ആ പേടിയെല്ലാം പോവും, പിന്നെ ഹാപ്പി ആവും. തായ്ലൻഡിലൊക്കെ പോകുന്നവർ പുലിയുടെ അരികെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ നമ്മുടെ ഇവിടെ കോട്ടയത്ത് വരുന്നവർക്ക് ഈ ഒരു അവസരവും കിട്ടും ജീവിതത്തിൽ എന്നും. ഇതാ കണ്ടോ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി അടിപൊളി അടിപൊളി. ഇതൊന്നും കാഴ്ച നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. നമുക്കിവിടെ വരാം, ഈ കാഴ്ചകളെല്ലാം കാണാം. 19-ാം തീയതി വരെ ഉള്ളൂ എന്നുള്ളത് ഓർക്കുക. അതിനുള്ളിൽ എല്ലാവരും വരണം. രാത്രി 10 മണി വരെ ഉണ്ട് ഇതിൻ്റെ പ്രദർശനം. മനോഹരം. എത്ര നേരം നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്നാലും നമുക്ക് മടുപ്പ് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു വളർത്തുമൃഗമില്ലാത്ത ഒരു വീട് പോലുമില്ല. മനുഷ്യൻ ഫുള്ള് എൻഗേജ്ഡ് ആയിരിക്കുമ്പം അവരുടെ മനസ്സിനൊരു സന്തോഷം തരുന്ന പേർഷ്യൻ കാറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആശാന്മാർ വിശ്രമത്തിലാണ്. പല കളറിലുള്ള പേർഷ്യൻ കാറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അലുവയുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ അലുവയും നിങ്ങൾക്ക് ഈ സ്റ്റാളിൽ നിന്ന് മേടിക്കാൻ പറ്റും. പീസ് പീസാക്കി അവർ നമ്മുടെ ഇഷ്ടത്തിന് പപ്പടത്തിലേക്ക് വന്നിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള പപ്പടങ്ങൾ, ചക്ക, മാങ്ങ എന്ന് വേണ്ട അതിൻ്റെ എല്ലാം പൊടികൾ കൊണ്ടുണ്ടാക്കിയ പപ്പടങ്ങൾ, കാന്താരി, എല്ലാ ഐറ്റവും ഉണ്ട്. സാമ്പിളും നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിച്ച് നോക്കി മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ്.
നല്ല ടേസ്റ്റുള്ള പപ്പടം, നല്ല ക്രിസ്പിയായ പപ്പടങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇതാ പഴയ രീതിയിലുള്ള നൊസ്റ്റാൾജിയ അടങ്ങിയിരിക്കുന്ന മുട്ടായികളാണ് ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റാളിൽ കാണാൻ പറ്റുന്നത്. പലതരം മുട്ടായികൾ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ബീഡി മുട്ടായി, അതുപോലെ കമ്പ് മുട്ടായി, നാരങ്ങ മുട്ടായി എന്ന് വേണ്ട അതുപോലുള്ള ജീരക മുട്ടായി, ആ ടൈപ്പ് നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മുട്ടായികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. നിങ്ങൾക്കിതിൽ നിന്നെല്ലാം മേടിക്കാം, കഴിക്കാം. ഗ്യാസ് മുട്ടായി, എല്ലാ ഐറ്റവും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കിത് ടേസ്റ്റ് ചെയ്യിക്കാം. ഇത് അച്ചാറുകളുടെ ഒരു വൻ ശേഖരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ അച്ചാറിട്ടാൽ ഒരാഴ്ച കൊണ്ട് പൂക്കുമെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കണ്ടില്ലേ, ഓപ്പൺ ആയിട്ട് വെച്ചാലും ഒരു കുഴപ്പവും വരത്തില്ല. അവരാ കൂട്ടൊക്കെ നല്ല കൃത്യമായ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പഴക്കം ആയാലും അത് പൂക്കാതിരിക്കുന്നത്. സ്നാക്സുകളുടെ മറ്റൊരു കമനീയത. മാമ്പഴം നമ്മുടെ ശരിക്കുള്ള ആളിലേക്ക് എത്തിയിരിക്കുകയാണ്. മാമ്പഴത്തിൻ്റെ വിവിധ തരത്തിലുള്ള മാമ്പഴം, പല സ്ഥലങ്ങളിൽ നമുക്ക് പരിചയമുള്ള മാമ്പഴങ്ങളെല്ലാം ഒറ്റയടിക്ക് കോട്ടയത്ത് നമുക്ക് കാണാൻ സാധിക്കും. പല തരത്തിലുള്ള, പല ടേസ്റ്റ്, പല രൂപത്തിൽ, പല ഭാവത്തിൽ മനോഹരമായ രീതിയിലുള്ള മാമ്പഴക്കാലമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം തൈകളും ഇവിടെ തന്നെ അവൈലബിൾ ആണെന്നുള്ളതാണ്. ആ തൈകൾ മേടിച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോയി നട്ടു വളർത്താം. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ യാതൊരുവിധ മായവും ഇല്ലാതെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാൻ സാധിക്കും. മാമ്പഴമൊക്കെ നമുക്ക് എപ്പോഴും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതുണ്ടല്ലേ, ഒത്തിരി ഒത്തിരി വെറൈറ്റിയാണ്. വെറൈറ്റിയുടെ ഒരു കലവറ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അല്ലാണ്ട് കുറേ ഐറ്റം അവിടെ ഇവിടെയും വെക്കുകയല്ല. ഒരൈറ്റം ഒറ്റ പ്രാവശ്യമേ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകൾ, അതിൻ്റെ എല്ലാം പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം മേടിച്ചാൽ മതി. ആണല്ലേ, പല പല വെറൈറ്റി, ഒന്നും രണ്ടും ഒന്നുമല്ല. ഇന്ന് മാങ്ങയുടെ ഒരു വെറൈറ്റി കാലത്തിലൂടെയാണ്. ഇവിടെ ചോക്ലേറ്റ്, കേക്ക് വിത്ത് ചോക്ലേറ്റൊക്കെ കഴിക്കാനുള്ള അവസരമുണ്ട്. നല്ല ചൂട് ചോക്ലേറ്റ് അതിങ്ങനെ ഫൗണ്ടൻ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ കേക്കിൽ മിക്സ് ചെയ്ത് നമുക്ക് തരും. വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകൾ, നാച്ചുറലായിട്ടുള്ള ജ്യൂസുകൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും.
പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മുടെ തൈകളെല്ലാം വിൽക്കുന്നത്. നമ്മളവിടെ കണ്ട മാവിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ തൈകൾ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ കാണുന്നതാണ്, ഈ തൈകളാണ് മാങ്ങ എല്ലാം കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് ആ തൈകൾ മേടിക്കാം. അടുത്ത വർഷം നിങ്ങളുടെ വീട്ടിൽ ഈ മാങ്ങകൾ സുലഭമായിട്ടുണ്ടാകാനുള്ള ഒരവസരമാണ്. ഇതല്ല വെറൈറ്റി, എന്തോരം വെറൈറ്റിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് പാകി ചെയ്താൽ